വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാനുള്ള സുവിശേഷ ഭാഗം വളരെ ചെറുതാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ കാണാൻ അമ്മയും സഹോദരങ്ങളും കാത്തുനിൽപ്പുണ്ട് എന്ന് യേശുവിനോട് എന്ന് പറയുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവവചനം ശ്രവിക്കുകയും അത് പാലിക്കുന്നവരുമാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന്. ഒരുപക്ഷെ ഇത് ശ്രവിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഷോക്കായിരിക്കും. യേശു എന്താണ് യേശുവിനെ കാണാൻ വന്ന അമ്മയെയും സഹോദരങ്ങളെയും കുറിച്ച് ഇങ്ങനെ പറയാനൊരു കാരണം? അവിടെ യേശു സ്വന്തം അമ്മയെ പരിത്യജിക്കുകയാണോ അതോ മറക്കുകയാണോ ഇവിടെ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെയല്ല ഇത്. ഇവിടെ യേശു അമ്മയെ, പരിശുദ്ധ കന്യകാമറിയത്തെ കോംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് മംഗളവാർത്തയിലൂടെയാണ്. ഈ മംഗളവാർത്തയിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തെ സമീപിക്കുന്നതും മറിയം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അതിന് കീഴ്വഴങ്ങി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതുമാണ്. ഇതിലൂടെ യേശു സ്വന്തം അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതാണ് എൻ്റെ അമ്മ, ദൈവവചനം ശ്രവിച്ചവൾ, അത് തൻ്റെ ജീവിതത്തിലുടനീളം പാലിച്ചവൾ. അതുകൊണ്ടാണ് തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി, മാതാവായി ഉയർത്തിയതും. പ്രിയ സഹോദരനെ, മാതൃത്വം ഒരു ത്യാഗമാണ്, ഉരുകിത്തീരലാണ്, ശൂന്യവൽക്കരണമാണത്. അത് വെറുമൊരു വൈകാരിക അനുഭൂതിയല്ല. ഈ അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. അവർ നമുക്കായി ചെയ്ത ത്യാഗങ്ങളെ ഓർക്കാം. നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവർ പരിത്യജിച്ച, അവർ സ്വയം ശൂന്യമാക്കപ്പെട്ട അവസ്ഥകളെയും നമുക്കോർക്കാം. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ചേർത്ത് നിർത്താം. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ വചനഭാഗം നമ്മെ അതിനായി സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.